ഗൈസ് അപ്പൊ നമ്മ വീട്ടിൽ പോവാണ്. അപ്പൊ ഊട് വഴി ഞങ്ങൾ തെരഞ്ഞ് വേഗം എത്താൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആടി എല്ലാരും ക്യാമറയിലുണ്ട് കേട്ടോ. നമ്മ അതിസാഹസികമായിട്ട് പോവാണ്. അപ്പോ നമ്മ ഫസ്റ്റ് ഗേറ്റ് ഒക്കെ കേറി ഗേറ്റ് ഒക്കെ അടച്ചിട്ടുണ്ട്. സ്കൂൾ ഗേറ്റ് ആണ്. ഇതുവഴി പോയാൽ നമുക്ക് പോവാൻ പറ്റൂ. അപ്പം എന്നിട്ട് ഞങ്ങൾ ഊടുവഴി കയറി. ഊടുവഴി എന്ന് പറയാൻ പറ്റില്ല, എടവഴി വരാം. പിന്നെ ഞങ്ങൾ ചെളിയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് കയറി. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ നമുക്ക് വേഗം വീട്ടിലെത്താൻ നല്ല വഴിയാണെന്ന് പറഞ്ഞ. അണ്ട് ചെളിയിലൊക്കെ കൊണ്ടാണ് ഗൈസ് എന്നെ വിടുന്നത്. ആൻഡ് നമ്മ ഒരു പറമ്പിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതെന്തോ ഒരു ഇവിടെ ഇതിൻ്റെ അടുത്ത് വീടൊക്കെ ഉണ്ട്. അതാണ് സേഫാണ് നമ്മ. അതാണ് വലിയ പ്രശ്നമൊന്നുമില്ല. ആൻഡ് ഒരു ഗുഹ പോലത്തെ സ്ഥലത്ത് ഞങ്ങൾ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മ ഇപ്പൊ ശരിക്കും കാട്ടിലെത്തി. ഞങ്ങൾ ഇത് നമ്മുടെ എന്താണ് വാഴത്തോട്ടം ഉള്ള BLM ആണ്. എന്നിട്ട് ഇവര് പറഞ്ഞ് വഴി മറന്നോ എന്ന്. ഞാൻ പേടിച്ചു പോയി ഗൈസ്, വഴി മറന്നോ എന്ന് പറഞ്ഞിട്ട്. ഗൈസ് എല്ലാരും തിരിച്ചെടുക്കുമ്പോ ഞാൻ മാത്രമേ വെച്ച് എന്റെ ക്യാമറ. ഗൈസ് ഞങ്ങൾ അങ്ങനെ അച്ഛൻ്റെ കുന്നെത്തി. ഇതുവഴി പോകാൻ ഞങ്ങൾക്ക് സിമ്പിളാണ്. അപ്പൊ നമുക്ക് ഇനി നടക്കാം ഗൈസ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇറക്കിറങ്ങിയാൽ മതി. അതാണ് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെത്താം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവര് പറഞ്ഞ അങ്ങനെയാണ് കേട്ടോ. അതെ ഗൈസ്, ഞാൻ വീഴാൻ പോയി ഗൈസ് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോ എന്താണ് നമുക്ക് തന്നെ ഇവിടെ സപ്പോർട്ടിക്കൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോന്ന് അറിയില്ല. സപ്പോർട്ടാന കാണിച്ചു സപ്പോർട്ട്. ഇത് ജാതിക്കാണ് കേട്ടോ, അവൻ പറിച്ചതാണ്. ഈ ഒരു ഇറക്കിറങ്ങി നമ്മുടെ വീടെത്തും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇറക്കിറങ്ങാൻ വേഗം ഗൈസ്. അപ്പൊ ഇതേനാ ഞങ്ങൾ നടന്നോണ്ടിരിക്കാണ്. എത്താറായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉള്ളൂ നമ്മുടെ വീടെത്താൻ. ഞങ്ങൾ അപ്പം നടന്നോണ്ടിരിക്കാണ് ഗൈസ്. ഉണ്ടല്ലോ ഞങ്ങൾ നടന്നോണ്ടിരിക്കാണ് എപ്പോഴും. ഞാൻ ആകെ വേർത്ത് കുളിച്ചിട്ടോ ഗൈസ്. ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോയി ഉണ്ടല്ലോ. ഞങ്ങൾ ഇങ്ങനെ ഞാൻ വേർക്കണുണ്ട് ഗൈസ്. നിങ്ങൾ തന്നെ നോക്കും ഗൈസ്. എന്നിട്ട് നമ്മളെ വീടെത്തി ഗൈസ്. ഇതാണ് നമ്മുടെ വീട് കേട്ടോ. ആൻഡ് ഇത് കനാലാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള. അപ്പോൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ. ബൈ ബൈ.